അപ്പൊ അനശ്വരരാജന് നിനക്ക് പുതുമ ഉള്ള ഒരു ക്യാരക്ടറായിട്ടൊന്നും തോന്നിയില്ല എന്നാണ് പറയുന്നത്. അതെ, അവര് ഉള്ളത് നന്നായി ചെയ്തു എന്ന് തന്നെ ഉള്ളൂ. അപ്പോ ലാസ്റ്റ് കഥ പറയരുത്, ലാസ്റ്റ് ഒന്നും പറയരുത്, പ്രേക്ഷകർ കാണട്ടെ, നിങ്ങൾ കാണണം കേട്ടോ. നല്ല പടം, നല്ല പടം. ഒരു സിനിമയാണെങ്കിൽ എന്തായാലും ക്ലൈമാക്സ് ഒരു ഇമോഷനിലേക്ക് പോവുള്ളൂ. എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ്. വന്നാൽ തന്നെ പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ പറ്റുള്ളൂ, അതായിരിക്കുമല്ലോ കഥ. അതന്നെ ഇതിലും ഉണ്ട്. ഇതില് അപ്പോ അതിൽ അനശ്വര ഒരു ഡയലോഗ് ഞാൻ പറയണില്ല. ഒന്നും പറയണ്ട, സ്പോയിലറാ, ഒന്നും പറയണ്ട. അപ്പം എന്തായാലും അനശ്വരയുടെ പെർഫോമൻസ് നിനക്കൊരു പുതുമയുള്ളതായിട്ട് തോന്നിയില്ല അല്ലേ? പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആസ് യൂഷ്വൽ അല്ലെ. പിന്നെ ആരുടെയൊക്കെ പെർഫോമൻസ് ആണ് ആ സിനിമയിൽ നിനക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്, നിനക്ക് ഹുക്ക് ചെയ്തത് ആരുടെയൊക്കെ പെർഫോമൻസ് കണ്ടപ്പോഴാണ്? എല്ലാവരും ഒന്നിനൊന്നും മെച്ചായിരുന്നു. ഇപ്പോ അബു സലീം എടുത്താലും ആളുടെ ക്യാരക്ടർ നന്നായി ചെയ്തു. അതെ അതെ അതെ, അബു സലീമിന് ഒരു നല്ല റോൾ ഉണ്ട് കേട്ടോ, കിട്ടില്ല റോളാ. അബു സലീമിൻ്റെ നല്ലൊരു പെർഫോമൻസ് ആണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അബു സലീമിന് അത്തരത്തിലുള്ള റോളുകളിലൊക്കെ കാണാൻ പറ്റുന്നതിൽ. കാരണം നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടറാണ്, ഭയങ്കര നാച്ചുറലാണ്, ഒട്ടും ഒരു അയ്യേ ചളിയെന്നൊന്നും തോന്നില്ല. എന്ത് പെർഫോം ചെയ്യാലും അതിൻ്റെ ഒരു നീറ്റ്നെസ് ഉണ്ട്, ഒരു മിതത്വം ഉണ്ട്. അതുകൊണ്ട് അടിപൊളിയായിട്ട് അബു സലീം പൈങ്കിളിയിലെ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്.